मण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिः देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा। ॐ सकना भवतु सकनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ഓം ശാന്തി. KKS വനിതാ ഒന്നാം സംസ്ഥാന സമ്മേളന പ്രതിനിധി സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. KKS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലളിതാംബിക ഞങ്ങൾ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന സെക്രട്ടറി ശ്രീ മധുകുമാർ റാവുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വനിതാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുജാത കെ ഞങ്ങൾ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KKS സംസ്ഥാന വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി ശ്രീമതി രാധിക വർമ്മയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ PR വർമ്മയെ KKS സംസ്ഥാന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന ട്രഷറർ ശ്രീ സൂര്യകുമാർ വർമ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KKS സംസ്ഥാന വനിതാ വിഭാഗം ട്രഷറർ ശ്രീമതി സുപ്രിയ സുരേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷത്രിയക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലളിതാംബികയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം KKS സംസ്ഥാന സെക്രട്ടറി ശ്രീ മധുകുമാർ വർമ്മ, KKS വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുജാത കെ, സംസ്ഥാന സെക്രട്ടറി രാധിക വർമ്മ, വൈസ് പ്രസിഡന്റ് ശ്രീമതി കോമളവല്ലി, തിരുവല്ല യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ PR വർമ്മ, തിരുവല്ല യൂണിറ്റ് വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ദിനേശ് വർമ്മ എന്നിവരെയും ആദരപൂർവ്വം ഈ ദീപപ്രജ്വലനത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ജ്യോതി പരം ജ്യോതി ദീപം ജ്യോതി ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ജ്യോതി നമോസ്തുതേ. അങ്ങനെ നല്ലൊരു സുദിനം എത്തിച്ചേർന്നു. വനിതാ വിഭാഗത്തിന്റെ ഒരു മഹാസമ്മേളനം. എല്ലാവർക്കും സ്വാഗതം. വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാ യൂണിറ്റുകളിൽ നിന്നും മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റിയിട്ടില്ല.
കുറച്ച് കഴിയുമ്പോൾ കാണാം. എന്തായാലും വളരെ സന്തോഷം വരുന്നുണ്ട്. ഏതാണ്ട് ഈ ഹോള് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ച് പേര് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ എന്തായാലും പൂർണ്ണമായും നിറയും. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പല യൂണിറ്റുകളും സന്ദർശിക്കുകയും അവിടെ നിന്നെല്ലാം വളരെ നല്ല സ്വാഗതമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. നല്ല പ്രത്യേകത നമുക്ക് കൊടുത്തു. അതിന്റെ ഫലമായി അവരെല്ലാവരും തന്നെ എല്ലാവരും വരണ്ട. അടുത്തതായി റിപ്പോർട്ട് അവതരണത്തിനായി ശ്രീമതി രാധിക വർമ്മ, സംസ്ഥാന സെക്രട്ടറി JKS വനിതാ വിഭാഗം, ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം പറയാൻ പറ്റില്ല, മാർച്ച് 2-ാം തീയതിയാണ് നമ്മുടെ വനിതാ വിഭാഗം അധികാരത്തിലേറിയത്. ഇപ്പൊ 10 മാസമേ ആക്ച്വലി ആയിട്ടുള്ളൂ. അപ്പൊ ഈ 25-26 വർഷത്തെ ആ ഒരു പ്രവർത്തന റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണമല്ലോ. വനിതാ വിഭാഗം സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം ഞാനും സുജാ ചേച്ചിയും ഞങ്ങളുടെ ടീം മിക്കവാറും എല്ലാ യൂണിറ്റുകൾ സന്ദർശിക്കുകയും അവിടെയുള്ള വനിതകളുമായി മാത്രമല്ല മൊത്തത്തിലുള്ള മെമ്പേഴ്സുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി വളരെയധികം പുരോഗതി ഈ വനിതാ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓരോ മേഖലകളെയായിട്ട് ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ട് സാഹിത്യ മേഖലയിലെ ഉയർന്ന ആൾക്കാരെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വനിതകൾക്കും ഓരോ മേഖലകളിൽ, അതായത് ഭക്ഷണ നിർമ്മാണ മേഖല, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന മേഖലയായാലും അതിലെല്ലാം തന്നെ താല്പര്യമുള്ളവരെ മുൻപോട്ട് കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഒരു വനിതാ പ്രസ്ഥാനമായിട്ട് മാറി. ആ പ്രസ്ഥാനം നമ്മുടെ സഭയെ, കേന്ദ്ര സഭയെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇനിയും ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്കൊരു മുഖ്യ പ്രഭാഷണമുണ്ട്. ഇതിന് കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വനിതാ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ഇതുവരെ സംഭാവന ചെയ്ത് സഹായിച്ച എല്ലാ വനിതാ അംഗങ്ങൾക്കും വനിതാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും വനിതാ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നു. രാമായണ ഉപന്യാസ മത്സരം 1ാം സമ്മാനം സിന്ധു വർമ്മ, തിരുവല്ല യൂണിറ്റ്. രാമായണ ഉപന്യാസ മത്സരം 2ാം സമ്മാനം പാർവതി വർമ്മ, പിലാത്തറ യൂണിറ്റ്. 3ാം സമ്മാനം ലതാ വർമ്മ, വൈക്കം യൂണിറ്റ്. രാമായണ ഉപന്യാസ മത്സരം കൺസലേഷൻ പ്രൈസ് പത്മിനി വർമ്മ, തൃശ്ശൂർ യൂണിറ്റ്. രാമായണ ഉപന്യാസ മത്സരം കൺസലേഷൻ പ്രൈസ് EV രുക്മിണി, ശ്രീകണ്ഠാപുരം യൂണിറ്റ്. ആലപ്പുഴ ജില്ലയിലെ തിരിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്ത് പ്രശസ്ത സാഹിത്യകാരി ലളിതാ കെ വർമ്മയുടെ പുസ്തക പ്രകാശനം ഡോക്ടർ ലളിതാംബിക നിർവഹിക്കുന്നു. ഈ കുട്ടിയുടെ പുസ്തകം എട്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്കൊരവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. മണിച്ചേച്ചി എനിക്ക് പുസ്തകം പ്രകാശനം ചെയ്തു എന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചെറുപ്പകാലത്ത് നമ്മൾ ശ്രീമതി ലളിതാ കെ വർമ്മയെ സംസ്ഥാന ട്രഷറർ സൂര്യകുമാർ വർമ്മ പൊന്നാട അണിയിച്ച് മൊമന്റോ നൽകി ആദരിക്കുന്നു.
രചിച്ചിട്ടുള്ള ശ്രീമതി ചിത്രലേഖയില് ഇന്ന് പ്രകാശനം ചെയ്യുന്ന കൃതിയാണ് ഒച്ചയില്ലാത്ത വാക്കുകൾ. പ്രശസ്ത സാഹിത്യകാരി ചിത്രലേഖയുടെ പുസ്തക പ്രകാശനം ശ്രീമതി സ്നേഹറാണി നിർവഹിക്കുന്നു. ചിത്രലേഖയെ ശ്രീമതി സ്നേഹറാണി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ മൊമെന്റോ നൽകി ആദരിക്കുന്നു. സ്കൂൾ കോളേജ് തലം മുതൽ വിവിധ മാഗസിനുകളിലും മറ്റു കഥകളും കവിതകളും ഒക്കെ പ്രസിദ്ധീകരിച്ചു. പുസ്തക പ്രകാശനത്തിനായി ശ്രീമതി ലളിത വർമ്മയെ ക്ഷണിച്ചു. പ്രശസ്ത സാഹിത്യകാരി ജ്യോതി വർമ്മയുടെ പുസ്തക പ്രകാശനം സാഹിത്യകാരി ലളിത കെ വർമ്മ നിർവഹിക്കുന്നു. അതോടൊപ്പം ജ്യോതിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു. വിഭാഗത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി KK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലളിതാംബികയെ ക്ഷണിക്കുന്നു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ മണിച്ചേച്ചിയെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദരവ് നൽകുന്നതിനായി KK സംഘാത വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുജാതയെ ക്ഷണിച്ചോളൂ. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിലാണ് KKS വനിതാ വിഭാഗം ഡോക്ടർ ലളിതാംബിക, അതായത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട മണിച്ചിറ്റയെ ആദരിക്കുന്നത്. പിന്നെ ഇത്രയും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പിന്നെ കൃതജ്ഞത പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞോളാം. അത് സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയാണ്. അല്ല, ഞാൻ പറയുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിലൊരാൾ നിങ്ങളിലൊരാൾ എന്നെ അങ്ങനെ എനിക്ക് ആദരവ് അർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ര പ്രാപ്തിയുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല. നന്ദി കൃഷ്ണൻ ചേട്ടാ. നമസ്കാരം. ആശംസ പറയുമ്പോൾ ഒന്ന് ചെയ്ത് രേഖപ്പെടുത്താൻ എന്നാണ് പറയുന്നത്. തിരക്കിലാണ് ഓട്ടംതുള്ളൽ. പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരി ശ്രീമതി പാർവതി വർമ്മയെ KKS സംസ്ഥാന വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി രാധിക വർമ്മ പൊന്നാട അണിയിച്ച് മൊമെന്റോ നൽകി ആദരിക്കുന്നു. ചേച്ചിമാരെ അനിയത്തിമാരെയും അറിയാം. ചേച്ചിമാർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ചേച്ചി മാത്രമുണ്ട്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇപ്പോഴത്തെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഓരോ യൂണിറ്റുകളും സ്പെഷ്യലൈസ്ഡ് ആണെന്ന് എനിക്കറിയാം. ഈയിടെ അടുത്ത കാലത്ത് ഞാൻ പൂഞ്ഞാറ്റിൽ പോയിരുന്നു. പൂഞ്ഞാറ്റിൽ പോയപ്പോൾ അവിടെ പൂഞ്ഞാറ്റിലെ ഞങ്ങളുടെ പുരുഷ സംഘടനയിലെ നേതാവാണ്
ഇന്ന് വനിതാ സംഘടനയുടെ സമ്മേളനത്തിൽ വളരെ പ്രയോജനപ്രദമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത് പറഞ്ഞ ഐറ്റം, എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ളയാണ്. ഓരോ സമയം വരുമ്പോൾ ഇവിടെ വന്ന് പച്ചക്കറി എടുത്ത് ഉണക്കി ഡയറിയിട്ട് ഉണക്കി 23 രൂപയാണ് കഴിഞ്ഞ അദ്ദേഹം കൊണ്ടുപോയത്. ഷുഗർ പേഷ്യൻ്റാണ്. വളരെ നല്ല നിലയിൽ പ്രയോജനമുള്ള ഒരു സാധനമാണ്. അപ്പം മനുഷ്യക്ക് പറഞ്ഞതിൻ്റെ തുടക്കം എന്ന നിലയിൽ അത്രയും പറഞ്ഞതേ ഉള്ളൂ. നിശ്ചയിക്കപ്പെട്ട യോഗം എന്നാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാരണം. സാധാരണഗതിയിൽ സന്ധ്യാനം ജപിക്കുന്ന സമയത്ത് ഫോണൊന്നും ഞാൻ എടുക്കാറില്ല. എന്നാൽ ഇന്നലെ ജപിക്കുന്ന സമയത്ത് രാധിക, എൻ്റെ കൊച്ചനിയത്തി രാധികയുടെ ഫോൺ വന്നു. രാധികയുള്ള ആയതുകൊണ്ടും ഇന്ന് സമ്മേളനം നടക്കുന്ന ഇതായതുകൊണ്ടും ഇതിലൊരു അത്യാവശ്യമായിരിക്കും വിചാരിച്ചാണ് ഞാൻ ഫോൺ എടുത്തത്. നിലനിർത്തിക്കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് കാലമായി വർക്ക് ചെയ്യുന്ന നന്ദകുമാരേട്ടനെ ആദരിക്കുന്നതിനായി ശ്രീ മധുകുമാർ വർമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. വർമ്മ അസോസിയേറ്റ് ആൻഡ് ബിൽഡേഴ്സ് ഉടമ ശ്രീ നന്ദകുമാർ വർമ്മയെ തിരുവല്ല യൂണിറ്റ് സംസ്ഥാന KKS സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മധുകുമാർ വർമ്മ പൊന്നാട അണിയിച്ച് മൊമെന്റോ നൽകി ആദരിക്കുന്നു. അതിലും ഇങ്ങോട്ട് തരും. സദസ്സിലുള്ള ഏവർക്കും എൻ്റെ മൂല്യമായ നമസ്കാരം. കൃത്യമായ സമയം ഒന്നും സംസാരിക്കാനാണ്. നേരത്തെ ആദരവ് കൊടുക്കുന്ന സമയത്ത് ആശംസ പറയുമ്പോൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആദരിക്കാൻ സാധിച്ചു. ആദ്യമേ സൂചിപ്പിച്ചത് ഓർക്കുന്നു, ശിവന്റെ ശക്തി എന്ന് പറയുന്നത് ശക്തിയായിട്ടുള്ള പാർവതീദേവിയാണ് പറഞ്ഞു.